അടുത്തത് 17. ഐകമത്യവിയുക്താശ്ച വിവാദവിഹതാശയാഃ പരസ്പരേണ സ്പർദ്ധന്തെ കേചിത് ജാത്യഭിമാനതഃ. കേചിത് അതുപോലെ ചില ആളുകൾ ജാത്യാഭിമാനത, ജാതിയിലുള്ള അഭിമാനം. ജാത്യഭിമാനം എന്ന് പറയുന്നത് ഏതെങ്കിലും ജാതിയിൽപ്പെട്ട ആളുകൾ അവരുടെ ജാതിയിലുള്ള അഭിമാന നിമിത്തം വിവാദവിഹിതാശയാഹ, വെറുതെ വിവാദങ്ങളുണ്ടാക്കും, കലഹങ്ങളുണ്ടാക്കും അനാവശ്യമായിട്ട്. വിവാദവിഹത ആശയാഹ, വിവാദം കൊണ്ട് തർക്കം കൊണ്ട് വിഹതമായ നഷ്ടപ്പെട്ട ആശയത്തോടു കൂടിയവരാണ് വിവാദവിഹതാശയന്മാരായിട്ട് തീരുന്നത് ചില ആളുകൾ. ഐകമത്യവിയുക്താഹ ച, ഐകമത്യമില്ലാത്തവരായിട്ട് ഒരുമിച്ച് ജീവിക്കാനോ ഒരുമിച്ച് നടക്കാനോ ഒരുമിച്ചിരിക്കാനോ ഒന്നും അവർക്ക് താല്പര്യമില്ലാത്തവരായിട്ട് പരസ്പരേണ തമ്മിൽ സ്പർദ്ധന്തി, സ്പർദ്ധിക്കുന്നു, തല്ലിപ്പിക്കുന്നു, കലഹിപ്പിക്കുന്നു സമൂഹത്തിൽ. ഐകമത്യവിയുക്താണ്, വിയുക്തൻ, ഐകമത്യമില്ലവർക്ക്, ഒരു ഹാർമണി ഇല്ല, ഒരു യൂണിറ്റി ഇല്ല, ഒന്നുമില്ല. സമൂഹം അങ്ങനെ ഛിന്ന ഭിന്നമായിട്ട് പോകുന്നു. എന്താ അതിൻ്റെ കാരണം? ജാത്യഭിമാനം. അപ്പോൾ ജാത്യഭിമാനം കാലക്രമത്തിൽ മനുഷ്യൻ്റെ നന്മയെ തന്നെ കെടുത്തിക്കളയുന്നു. അവർ മനുഷ്യരെ പരസ്പരം തല്ലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ഈ ധർമ്മശാസ്ത്രം വിരൽ ചൂണ്ടുന്നത്. ഗുരുദേവൻ ഇതിനെ ഉത്തരം പറയുന്നു. എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ശരിയായിട്ടുള്ള താളവും ഹാർമണിയും ലയവും ഒക്കെ തിരിച്ചെടുക്കാമെന്ന്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്? ചോദ്യങ്ങളാണ്. 18. യഥാ കാമം ചരന്ത്യേകേ ശൗചാചാരാദിവർജിതാഃ അനേകദേവവിശ്വാസാ ഉന്മത്ത ഇവ സർവതഃ. ഏകേ, ഇനി ഒരു കൂട്ടർ, അനേകം ദേവന്മാരിലുള്ള വിശ്വാസം ഹേതുവായിട്ട് ശൗചാചാരാദിവർജിതാഹ, ശുചിത്വം, ശൗചം എന്ന് പറഞ്ഞാൽ ശുചിത്വം, ബാഹ്യാഭ്യന്തരമായിട്ട് സദാചാരത്താൽ അഭ്യന്തര ശുദ്ധിയും വെള്ളം മണ്ണ് മുതലായവാൽ ബാഹ്യശുദ്ധിയും വർജിക്കപ്പെട്ടവരായിട്ട് ഉന്മത്ത ഇവ, ഉന്മത്തന്മാരെ പോലെ സർവതഃ എല്ലായിടത്തും യഥാകാമം ഇഷ്ടം പോലെ ചുറ്റി നടക്കുന്നു. അനേക ദൈവവിശ്വാസത്തെ കുറിച്ചിട്ടാണ് ദേവവിശ്വാസം. ഇപ്പോഴൊക്കെയാണ് കുറച്ചുകൂടി നമുക്ക് ഈ പരിഷ്കൃത ദേവതകളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നത്. പണ്ടുകാലത്ത് എന്ന് പറയുന്നത് ഒരു ഗ്രാമത്തിൽ തന്നെ ഉണ്ടാകും പലതരത്തിലുള്ള ദൈവങ്ങളും ദേവതകളും. നമുക്ക് കേട്ടിട്ടുണ്ട് മാടൻ, മറുത, അതുപോലെയുള്ള ദേവതകൾ. കുട്ടിച്ചാത്തൻ എന്നും ഉണ്ട് പലയിടത്തും. പിന്നെ രക്ഷസ്, അങ്ങനെയൊക്കെയുള്ള ദേവതകൾ. നല്ലതിനാണോ അത്? അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഈ സങ്കല്പങ്ങൾ ഉപയോഗിക്കുന്നു, ആഭിചാരക്രിയകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വാസ്തവത്തിൽ മാനസികമായ ശുദ്ധിയും ശാരീരികമായ ശുദ്ധിയും ദൈവവിശ്വാസത്തിലൂടെ വരണം, ഈശ്വര ആരാധനയിലൂടെ വരണം. ഇവരാകട്ടെ കോഴി, ആട്, കള്ള് ഇതുപോലുള്ള പദാർത്ഥങ്ങളൊക്കെയാണ് നിവേദ്യങ്ങളായിട്ട് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ആരാധനയും ആരാധനയിലൂടെ അധപ്പതനവും, ആരാധന തന്നെ മനുഷ്യന് തിന്മയും ഉണ്ടാക്കുന്ന തരത്തിൽ ശൗചമില്ല, ആചാരമില്ല, ഇതൊന്നുമില്ലാതെ ശുദ്ധിയുമില്ല, നല്ല ആചാരങ്ങൾ. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ കർമ്മങ്ങളുടെ പ്യൂരിറ്റി കൊണ്ടുവരാനാണ്. ഇവിടെ ദേവതാസങ്കല്പം തന്നെ പിഴച്ചു പോയതാണ്. അത്തരം ദേവതകൾ മനുഷ്യനെ ഹിംസിക്കുന്ന ദേവതാസങ്കല്പങ്ങളായിട്ട് വരികയും മനുഷ്യനെ രക്ഷിക്കുന്ന ദേവതാസങ്കല്പങ്ങൾക്ക് പകരം ഇത്തരം ചിന്തകൾ ഒരു മനുഷ്യ മനസ്സിനെ അലട്ടിയിട്ടുണ്ട്. ഉന്മത്തന്മാരെ പോലെ, ഉന്മത്തൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ധാർഷ്ട്യമുള്ളവൻ, അതുപോലെ ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവൻ, അതുപോലെ രജോ ഗുണവർദ്ധിതൻ, അവനാണ് ഉന്മത്തൻ എന്ന് പറയുന്നത്. അങ്ങനെ ഉന്മത്തന്മാരെ പോലെ ഇങ്ങനെ നടക്കുന്നവർ സാത്വികനായിട്ട് വളരേണ്ടതിന് പകരമാണ് ഇത്തരം
ഈശ്വരവിശ്വാസവും ദൈവസങ്കല്പവും ഒക്കെ വെച്ചുകൊണ്ട് ഓരോരുത്തരും നടക്കുന്നത്. അവരെക്കുറിച്ച് ബോധാനന്ദ സ്വാമികൾ ഗുരുവിനോട് പറയുക, എല്ലാത്തിനും ഒരു ഉത്തരം തരണേ. അടുത്തത് 19.